അമേരിക്കയിൽ 2 ക്രൂ ക്യാപ്സ്യൂളുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ അതിൻ്റെ ഇടയിലുണ്ടായ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു സുനിത വില്യംസ് അവിടെ പെട്ടുപോയത് കുറച്ചു കാലം. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനറിനുണ്ടായ തകരാറുകളാണ് അവരെ അതേ വാഹനത്തിൽ തിരിച്ചു വരാനായിട്ട് സാധ്യമല്ലാതാക്കിയത്. ഇന്ന് എലൺ മസ്ക് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, പഴയ പ്രസിഡന്റ് നേരത്തെ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ കൊണ്ടുവന്നേനെന്ന്. അപ്പോൾ ക്രൂ ഡ്രാഗണിലാണ് അവർ തിരിച്ചു വന്നത്. അതിൽ 4 പേര് തിരിച്ചു വന്നു, വിൽമോറും സുനിത ഉൾപ്പെടെ മറ്റ് 2 പേരും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ തിരിച്ചു വരവ് നമ്മളെ കാണിക്കുന്നത് സ്പേസ് ടെക്നോളജിയിലുണ്ടായ വലിയൊരു മാറ്റത്തെയാണ്. ഒന്നിലധികം വാഹനങ്ങളുണ്ട് ഇപ്പോൾ ക്രൂ യാത്രയ്ക്കും തിരിച്ചു കൊണ്ടുവരാനും അമേരിക്കയിൽ തന്നെ. അതുകൂടാതെ മറ്റനേകം ക്രൂ വാഹനങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ നടക്കുന്നുണ്ട്, റഷ്യയിൽ നടക്കുന്നുണ്ട്. അവരുടെ സോയൂസ് ക്യാപ്സ്യൂൾ അല്ലാതെ ഇന്ത്യയിലെ ഗഗൻയാനുമുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു വലിയതായിട്ടൊരു ഹ്യൂമൻ സ്പേസ് ട്രാവലിനുള്ള ഒരു പുതിയ എന്തൂസിയാസത്തെ കാണിക്കുന്നു. ബോയിങ് സ്റ്റാർലൈനർ പേടകമുണ്ട്, ഒപ്പം തന്നെ ഇവ സ്പേസ് എക്സിലാണ് സുനിത വില്യംസ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ISRO ഉൾപ്പെടെ ഇപ്പോൾ ഒരു കടന്നുവരവിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കോൺസിക്വൻസസ് ഭാവിയിൽ ബഹിരാകാശ ലോകത്ത് സൃഷ്ടിക്കും? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കൊമേഴ്ഷ്യലായിട്ടാണ് ഇപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ട്രാവൽ നടക്കുന്നത്. പണ്ടൊക്കെ നാസയാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ നേരിട്ട് ഹ്യൂമൻ സ്പേസ് ട്രാവൽ നടത്താൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പകരം ഇപ്പോൾ പുതിയ പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷനുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 1-2 കമ്പനികൾ അമേരിക്കയിൽ സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനുള്ള തുടങ്ങിക്കഴിഞ്ഞു, അത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഗഗൻയാനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യക്ക് ഹ്യൂമൻ സ്പേസ് ട്രാവൽ നമ്മൾ ISRO ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതും കൊമേഴ്ഷ്യലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്പേസ് രംഗത്ത് അതൊരു പ്രതികൂലമായി ബാധിക്കില്ല? ഒരു കാലത്തിനും പ്രതികൂലമായിരിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ലോകത്ത് എത്ര കാർ കമ്പനികളുണ്ട്. ഏതെങ്കിലും ഒരു കാർ കമ്പനി കാരണം മറ്റേതെങ്കിലും കാർ കമ്പനി പൂട്ടി പോകുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അവരുടെ പ്രൊഡക്റ്റിനെ അവരുടെ വേണ്ട മാർക്കറ്റ് സെഗ്മെൻറ്റിൽ പ്ലേസ് ചെയ്യാണ്. ചില ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഉണ്ട്, ചില ലോ എൻഡ് പ്രൊഡക്റ്റ് ഉണ്ട്, ചില ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, ചിലത് കാർഗോ കൊണ്ടുപോകാനുണ്ട്, ചിലത് ആളുകളെ കൊണ്ടുപോകാനുണ്ട്, ചിലത് ടൂറിസ്റ്റിന് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ എല്ലാത്തിനും പോസിബിലിറ്റി ഉണ്ട്. പ്രൈവറ്റായിട്ട് ഹ്യൂമൻ ട്രാവലും അതുപോലെയുള്ള ബിസിനസ്സും നടക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഗൻയാൻ, അതായത് ചന്ദ്രയാൻ 3യുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ISRO ഒന്ന് വിരമിക്കുന്നത്. ഗഗൻയാന് തുടക്കം വിട്ടത്. അപ്പോൾ ഗഗൻയാൻ്റെ ഭാവി എങ്ങനെയാണ്? ഗഗൻയാൻ്റെ ഭാവി വളരെ ശോഭനമാണ്. അത് ശോഭനമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ നടന്നു. റോക്കറ്റ് റെഡിയായി കഴിഞ്ഞു. ആളില്ലാത്ത വിക്ഷേപണത്തിന് വേണ്ടി നമ്മളിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ 826 ദിവസം നേരത്തെ ബഹിരാകാശത്ത് ഓരോരുത്തർ അവിടെ വസിച്ചിട്ടുണ്ട്. 287 ദിവസമാണ് സുനിത വില്യംസ് വസിച്ചത്. പക്ഷേ സ്പേസ് എക്സിൻ്റെ ഒരു ആവിർഭാവമാണോ കുറച്ചും കൂടി ഒരു വലിയ ഒരു ഇതിലേക്ക് സുനിത വില്യംസിനെ മടങ്ങി വരെ ആഘോഷിക്കപ്പെട്ടു? അല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. അമേരിക്ക നാസ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രൈവറ്റ് കമ്പനികളായിരിക്കും ഹ്യൂമൻ സ്പേസ് ട്രാവൽ നടത്തുക എന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി മൾട്ടിപ്പിൾ കമ്പനികളെ അവർ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അപ്പോൾ സ്പേസ് എക്സിനും അവർ ഫണ്ട് ചെയ്തിരുന്നു, ബോയിങ്ങിനും അവർ ഫണ്ട് ചെയ്തിരുന്നു, ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഒറിജിന് ഫണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ഗവൺമെൻറ്റൽ ഫണ്ടഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ആയത് സ്പേസ് എക്സ് ആണ്. ബോയിങ്ങിന് ചെറിയ തകരാറ് വന്നതുകൊണ്ട് അവർ വിജയപ്രദമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്ന് വരുന്നതിനനുസരിച്ച് ഏറ്റവും ഫലപ്രദമായുള്ളത് അക്സെപ്റ്റ് ചെയ്യും. അല്ല, അങ്ങനെയാണ് അമേരിക്കൻ ബിസിനസ് എക്കോസിസ്റ്റം. അവർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാക്കും പ്രൈവറ്റിൽ. അതിൽ ആരാണോ വിജയിക്കുന്നത് അവർ സർവൈവ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിലും അത് അങ്ങനെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലല്ലോ, ഇതൊരു ടെക്നോളജിയുടെ ഇഷ്യൂ ആണ്. അതിനകത്ത് പല ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ ഒന്നിലധികം കോമ്പറ്റീഷൻ ഒരേ സമയം നിലനിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. താങ്ക് യു. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ ഏജൻസികൾ വരുന്നതോടുകൂടി കൂടുതൽ മാറ്റങ്ങൾ ബഹിരാകാശ രംഗത്ത് ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ISROയുടെ മുൻ ചെയർമാൻ സോമനാഥ്. യഥാർത്ഥത്തിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് സുനിത വില്യംസിന് മടങ്ങി വരുമെന്നും അദ്ദേഹം പറയുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ MT അധീഷിനൊപ്പം YS അഭിനന്ദ്, 24.